എന്നോട് ആരെങ്കിലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ട്ണറിനെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ വിത്തൗട്ട് എനി ഡൗട്ട് someone who is emotionally available, someone who can communicate clearly. അത് എന്ത് ചാലഞ്ചിങ് വൾണറബിൾ സിറ്റുവേഷൻ ആണെങ്കിലും who can express themselves, who talks about their feelings and who doesn't run away from commitments. ഞാൻ എന്നോട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, am I like that? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എനിക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടാൻ? ആൻഡ് ദി ആൻസർ ഇസ് നോ, ബിക്കോസ് ഞാൻ ചിലപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഞാൻ പറയാറില്ല. ഐ വുഡ് സേ ഐ എം ഫൈൻ ഈവൻ വെൻ ഐ എം നോട്ട്. ഐ ഷട്ട് ഡൗൺ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്ലെയിനിങ് മൈ സെൽഫ്. ഐ സംടൈംസ് അവോയ്ഡ് ഹാർഡ് കോൺവെർസേഷൻസ് ദാറ്റ് മേക്ക് മീ ഫീൽ അൺകംഫർട്ടബിൾ. ഇഫ് ഐ എം നോട്ട് ഇമോഷണലി അവൈലബിൾ ടു മൈ സെൽഫ്, എങ്ങനെയാണ് എനിക്കൊരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്ണറിനെ കിട്ടുന്നത്? ഇനി നിങ്ങളും എന്നെപ്പോലെ ആണെങ്കിൽ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു സ്റ്റോപ്പ് ഇഗ്നോറിങ് യുവർ ഓൺ ഫീലിങ്സ്. ഇപ്പം ഇഫ് യു ആർ എക്സോസ്റ്റഡ്, ഡോണ്ട് സേ ദാറ്റ് ഐ എം ഫൈൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യരുത്. എക്സോസ്റ്റഡ് ആണെങ്കിൽ അത് അതേപോലെ നമ്മൾ പറയണം. നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു റിലേഷൻഷിപ്പിലും ഹോണസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ചേസ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. വി ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ലവ്. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവുക, അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്ണറെ കിട്ടും.